സംസ്ഥാനത്തെ വിവിധ ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. കർണികാരവും കണിവെള്ളരിയും കണികണ്ടുണർന്ന മലയാളി കണ്ണനെ ദർശിച്ച് വിഷു സമ്പൂർണ്ണമാക്കാൻ ക്ഷേത്രങ്ങളിലേക്കെത്തി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിഷുക്കണി ദർശനത്തിനായി എത്തിയത് പതിനായിരങ്ങളാണ്. പുലർച്ചെ 2:45 ആരംഭിച്ച വിഷുക്കണി ദർശനത്തിനായി എത്തിയ ഭക്തരുടെ നിര കിലോമീറ്ററുകളോളം നീണ്ടു. തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ രാവിലെ 3 മണിക്ക് വിഷുക്കണി ദർശനം ആരംഭിച്ചു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുപോലും ആയിരങ്ങൾ വിഷുക്കണി ദർശനത്തിനായി എത്തി. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലും വിഷുക്കണി ദർശനത്തിന് വൻ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു. മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ശ്രീകോവിലിനുള്ളിൽ തന്നെയാണ് വിഷുക്കണി ഒരുക്കിയിരുന്നത്. കോഴിക്കോട് തളി മഹാദേവ ക്ഷേത്രത്തിലും കണ്ണൂർ പറശ്ശിനിക്കടവ് മുത്തപ്പൻ മടപ്പുരയിലും വൻ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു. തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലും ചോറ്റാനിക്കര ദേവീ ക്ഷേത്രത്തിലും വിഷു ദർശനത്തിന് പുലർച്ചെ മുതൽ ഭക്തരുടെ വലിയ തിരക്കായിരുന്നു. കോട്ടയം തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വിഷുദിനത്തിലായിരുന്നു ഉത്സവത്തിന് കൊടിയേറ്റ്. ഇന്നും നാളെയും കണി കാണാൻ സൗകര്യമുണ്ട്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പുലർച്ചെ 3:30 മുതൽ വിഷുക്കണി ദർശനമുണ്ടായിരുന്നു. നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. ക്ഷേത്രങ്ങളിൽ വിഷുക്കണി ദർശനത്തിനോടനുബന്ധിച്ച് വിഷു സദ്യയും ഒരുക്കിയിരുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ, കൊച്ചി.